മലയാളത്തിന്റെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് മമ്മൂട്ടി. അദ്ദേഹത്തിന് പിന്നാലെയായി മകനായ ദുൽഖർ സൽമാനും സിനിമയിലേക്ക് എത്തി. മകൻ മാത്രമല്ല, മകളായ സുറുമിയും പ്രേക്ഷകർക്ക് സുപരിചിതയാണ്. വാപ്പച്ചിയും സഹോദരനും സിനിമയിലാണെങ്കിലും സുറുമി വേറിട്ട വഴിയിലാണ് തനിക്കായി തിരഞ്ഞെടുത്തത്. വരകളുടെ ലോകത്തിലൂടെയാണ് ഈ താരപുത്രിയുടെ സഞ്ചാരം. സിനിമ ഒരുപാട് ഇഷ്ടമാണെങ്കിലും ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കാൻ നാണമാണെന്ന് താരപുത്രി പലപ്പോഴും പറയാറുണ്ട്. കുട്ടിക്കാലം മുതൽ തന്നെ വരകളുടെ ലോകത്തായിരുന്നു സുറുമി. കുടുംബത്തിലെ എല്ലാവരും നന്നായി പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഫോട്ടോഗ്രാഫി ഇഷ്ടമാണെങ്കിലും ചിത്രങ്ങൾ നന്നായി എടുക്കാനാകുമോ എന്ന് അറിയില്ലെന്നും സുറുമി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നിറങ്ങളെക്കുറിച്ചും ആകാശത്തെക്കുറിച്ചുമൊക്കെ വളരെ മുൻപേ തന്നെ ശ്രദ്ധിച്ചിരുന്നു. പ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരയ്ക്കാൻ ഏറെ ഇഷ്ടമാണ്. ആളുകളുടെ ഇഷ്ടാനിഷ്ടം നോക്കിയല്ല ദുൽഖർ ഒരു കാര്യം തീരുമാനിക്കുന്നത്. സത്യം പറഞ്ഞാൽ മമ്മൂട്ടിക്ക് ഒരു മകളുണ്ട്, ഒരു സുന്ദരിയായ മകളുണ്ടെന്ന് ആരാധകർ അറിഞ്ഞത് കുറേ നാളുകൾക്ക് ശേഷമാണ്. ദുൽഖർ സിനിമയിലൊക്കെ എത്തി. പിന്നീട് ദുൽഖറിന്റെ ഫോട്ടോസിൽ, സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൊക്കെ സുന്ദരിയായ ഒരു ചേച്ചിയെ കണ്ടു. അപ്പോഴാണ് ദുൽഖറിന് ഒരു ഇത്തയുണ്ടെന്നും മമ്മൂട്ടിക്ക് ഒരു മകളുണ്ടെന്നും എല്ലാം പ്രേക്ഷകർ മനസ്സിലാക്കിയത്. കാരണം മമ്മൂട്ടിക്ക് ഒരു മകൾ ഉണ്ടെന്നും എന്നാൽ ആ മകൾ വിദേശത്തെവിടെയോ ആണെന്നൊക്കെയായിരുന്നു ആരാധകരുടെ ചിന്ത. അതെല്ലാം കടത്തിവെട്ടിക്കൊണ്ട് ഒരു ചിത്രകാരിയായ മകളാണ് പുറത്തേക്ക് വന്നത്. സുറുമി മമ്മൂട്ടി 1982 കേരളത്തിലെ കൊച്ചിയിലാണ് ജനിച്ചത്. മമ്മൂട്ടിയുടെയും ഭാര്യ സുൽഫത്തിന്റെയും ആദ്യത്തെ കുഞ്ഞാണ് സുറുമി. നടൻ ദുൽഖർ സൽമാൻ ഇളയ സഹോദരനാണ്. കൊച്ചിയിലെ വൈറ്റില ടോക്ക് എച്ച് പബ്ലിക് സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി. രാജ്യത്തെ ഒരു പ്രമുഖ ഹെഡ് സർജന്റെ ഭാര്യ കൂടിയാണ് സുറുമി ഇപ്പോൾ. 2 കുട്ടികളാണ് സുറുമിക്ക്. മമ്മൂട്ടിയുടെ മകൾ എന്തുകൊണ്ടാണ് സിനിമയിലേക്ക് വരാത്തത് എന്ന് ആരാധകരൊക്കെ ചോദിച്ചിട്ടുണ്ട്. കാരണം പൊതുവെ നമ്മുടെ സിനിമാ താരങ്ങളുടെ മക്കൾ എല്ലാവരും തന്നെ സിനിമയിലേക്കാണല്ലോ വരുന്നത്. അർജുന അശോകൻ, ജയറാമിന്റെ മകൻ കാളിദാസ് ജയറാം, ദുൽഖർ സൽമാൻ, പ്രണവ് മോഹൻലാൽ, ഇപ്പോൾ ഇതാ വിസ്മയ മോഹൻലാൽ, അങ്ങനെ തുടങ്ങി എല്ലാവരും സിനിമയിലേക്ക് തന്നെ എത്തിയ ആളുകളാണ്. എന്നാൽ എന്തുകൊണ്ടാണ് സുറുമി ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സുറുമി സിനിമയിലേക്ക് വരാത്തത് എന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. അതിനുത്തരം സുറുമി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. താല്പര്യക്കുറവ് ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ എനിക്ക് പേടിയായിരുന്നു. ക്യാമറയ്ക്ക് മുന്നിൽ എനിക്ക് ഷൈനസ് തോന്നുമെന്നാണ് സുറുമി പറഞ്ഞത്. അതേസമയം സുറുമി അറിയപ്പെടുന്ന ചിത്രകാരിയായി മാറി. സുറുമിയുടെ എക്സിബിഷൻ ഒക്കെ പലപ്പോഴും ശ്രദ്ധ നേടിയിട്ടുമുണ്ട്. സുറുമി വരച്ച മമ്മൂക്കിയുടെ ഫോട്ടോയും വൈറലായിരുന്നു. ചെറുപ്പം മുതലേ സുറുമിക്ക് വരകളോടായിരുന്നു താല്പര്യം. വാപ്പച്ചി ഒരിക്കലും അത് ചെയ്യണം, നീ ഇത് ചെയ്യണം എന്ന് നിർബന്ധിച്ചിട്ടില്ല. എന്താണോ ആഗ്രഹം അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ. വരയ്ക്കണം എന്ന് പറഞ്ഞപ്പോഴും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. അങ്ങനെയാണ് ഫൈൻ ആർട്സ് പഠിച്ചത്. കല്യാണത്തിന് ശേഷം വരകളിൽ നിന്ന് ബ്രേക്ക് എടുത്തുവെങ്കിലും പിന്നീട് അതിലേക്ക് തന്നെ തിരിച്ചെത്തുകയായിരുന്നു എന്നും സുറുമി പറഞ്ഞിട്ടുണ്ട്. മണിപ്പാൽ ഹോസ്പിറ്റലിലെ ചീഫ് കാർഡിയാക് സർജനാണ് സുറുമിയുടെ ഭർത്താവ് ഡോക്ടർ മുഹമ്മദ് റെഹൻ സയ്യിദ്. മദർഹുഡ് ഹോസ്പിറ്റലിന്റെ സ്ഥാപകനാണ്. 2 മക്കളാണ് സുറുമിക്കും സയ്യിദിനും. വിവാഹശേഷം അമേരിക്കയിലായിരുന്നു സുറുമിയും കുടുംബവും. പിന്നീട് ഇന്ത്യയിലേക്ക് വന്നു. തനിക്ക് ഇവിടെയാണ് കൂടുതൽ ഇഷ്ടവും കംഫർട്ടും എന്ന് സുറുമി പറയുന്നു.